എന്റെ അനുജത്തിയുടെ വീടിന്റെ പണിയാണ്. അപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ടല്ല, അല്ലാതെ തന്നെ പല മുടക്കങ്ങളും ഉണ്ടായി വരികയായിരുന്നു. അങ്ങനെ ആ സമയത്താണ് ഇവിടെ നാലമ്പല ദർശനത്തിന് വരികയും ചക്രം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തത്. അതിനുശേഷം ഉടൻ തന്നെ വീട് പണി ആരംഭിക്കാനായിട്ട് സാധിച്ചു. ഹനുമാൻ സ്വാമിക്കാണ് ഈ പുറത്തേക്കുള്ള വിദേശയാത്ര സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങുന്നതിന് വഴിപാട് കഴിക്കുന്നത്. പിന്നെ അതുപോലെ വീട് പണി സമയത്ത് ആദ്യം കുറച്ച് തടസ്സങ്ങൾ, വളരെയധികം തടസ്സങ്ങൾ വന്നിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മളിവിടെ രണ്ടുപേർക്കും വഴിപാട് കഴിച്ചാണ് എല്ലാ തടസ്സവും മാറി. നമസ്കാരം. പുണ്യമായ ഈ രാമായണ മാസത്തിൽ രാമായണ പാരായണത്തോടൊപ്പം തന്നെ അതിശ്രേഷ്ഠമായ ചടങ്ങാണ് നാലമ്പല ക്ഷേത്ര ദർശനം. എറണാകുളം ജില്ലയിലെ നാലമ്പല ക്ഷേത്ര ദർശനത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ജ്യോതിഷ വാർത്തയിലൂടെ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. എറണാകുളം ജില്ലയിലെ നാലമ്പല ക്ഷേത്ര ദർശനം ആരംഭിക്കുന്നത് മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പിറവത്തിനും രാമമംഗലത്തിനും ഇടയിലാണ്. മൂവാറ്റുപുഴയാറിന്റെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നാലമ്പല ക്ഷേത്ര വഴിയിൽ നമ്മൾ ആദ്യം ദർശനം നടത്തുന്നത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ്. മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടുത്തെ ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടുവരാം. മാരീചൻ എന്ന രാക്ഷസനെ വധിച്ച് രാവണന്റെ സീതാപഹരണത്തിന് ശേഷം സീതാ വിരഹിയായി വനത്തിൽ കഴിയുന്ന ശ്രീരാമദേവനാണ് മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. കർക്കിടക മാസം ആരംഭിച്ചതു മുതൽ എറണാകുളം ജില്ലയിലെ നാലമ്പലങ്ങളിൽ തിരക്ക് തുടങ്ങി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ഭക്തരാണ് ദിവസവും ഇവിടെ നാലമ്പല ദർശനത്തിനായി എത്തുന്നത്. നാലമ്പലങ്ങളിൽ ആദ്യം ദർശനം നടത്തുന്ന മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്ര ഐതിഹ്യത്തിന് രാമായണത്തോളം തന്നെ പഴക്കമുണ്ട്. മാൻവേഷം പൂണ്ട മാരീചനെ വധിച്ച് രാവണന്റെ സീതാപഹരണത്തിന് ശേഷം സീതാ വിരഹിയായി വനത്തിൽ കഴിയുന്ന ശ്രീരാമദേവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഇവിടെ വന്ന് ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ലെന്നാണ് വിശ്വാസം. അതിൻ്റെ തെളിവാണ് ഈ സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്ന ഭക്തജനത്തിരക്ക്. രോഗദുരിതങ്ങളിൽ നിന്ന് കരകയറാനും അഭീഷ്ട സിദ്ധിക്കും ഇവിടുത്തെ ദർശനം പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ നാലമ്പല ദർശനത്തിന്റെ ഭാഗമായി ഇവിടെ ദർശിക്കുക വഴി വർഷം മുഴുവൻ ഐശ്വര്യമുണ്ടാകുമെന്നാണ് വിശ്വാസം. മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് ഉദരരോഗ ശമനത്തിനായി നടത്തുന്ന ഉഷപായസം. ശ്രീരാമസ്വാമിക്ക് അമ്പും വില്ലും സമർപ്പണവും വിദേശയാത്രാ തടസ്സം മാറുന്നതിനായി ഹനുമാൻ സ്വാമിക്ക് കുന്നിക്കുരു പറ നിറയ്ക്കുന്നതും ഗദ സമർപ്പണവുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. നമസ്കാരം. എന്താണ് പേര്? ആതിര. നമ്മൾ നാലമ്പല ക്ഷേത്ര ദർശനത്തിൽ പരിചയപ്പെട്ടതാണ്. ആതിര എന്ന് പറഞ്ഞ ഭക്തിയുടെ അനുഭവം നമുക്ക് കേൾക്കാം. എനിക്ക് ഹസ്ബൻഡ് വെളിയിലാണ്. അപ്പോൾ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഇത് വന്നിട്ട് പിന്നെ പോവാനായിട്ട് കുറച്ച് താമസം വന്ന സമയത്ത് നമ്മളിവിടെ വഴിപാട് ഹനുമാൻ സ്വാമിക്കാണ് ഈ പുറത്തേക്കുള്ള വിദേശയാത്ര സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങുന്നതിന് വഴിപാട് കഴിക്കുന്നത്. പിന്നെ അതുപോലെ വീട് പണി സമയത്ത് ആദ്യം കുറച്ച് തടസ്സങ്ങൾ, വളരെയധികം തടസ്സങ്ങൾ വന്നിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മളിവിടെ രണ്ടുപേർക്കും വഴിപാട് കഴിച്ചാണ് എല്ലാ തടസ്സവും മാറി ഞങ്ങൾ ഇപ്പോൾ പുതിയ വീട്ടിൽ താമസം തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ നാലമ്പല ക്ഷേത്ര ദർശനത്തിലൂടെയും ഇവിടുത്തെ വഴിപാടിലൂടെയും ലഭിക്കുമെന്നാണ് ഈ ഭക്തിയുടെ അനുഭവം നമുക്ക് പറയുന്നത്. നമ്മള് മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് കണ്ടുമുട്ടിയതാണ് അമ്മയുടെ പേരെന്താണ്? സുമതികുട്ടിയമ്മ. അമ്മ അമ്പലത്തിലെ എല്ലാ കാര്യങ്ങളൊന്ന് പറയാമോ? എല്ലാ അമ്പലത്തില് മാമലശ്ശേരി എന്നുള്ള ഐതിഹ്യം കേട്ടിട്ടുണ്ടല്ലോ. പേര്, അമ്പലത്തിന്റെ പേരും ഈ നാട്ടിലുള്ള പേരുകൾ. വനവാസ കാലത്ത് മാരീചനെ
ചെയ്ത് കൊന്നിട്ട് മാരീച്ചൻ മരിച്ചു വീണ സ്ഥലമാണ് മാമലച്ചശ്ശേരി. ഇവിടെ അടുത്ത് തന്നെ ഇതേ പേരിൽ ഈ ഐതിഹ്യം സ്ഥിരീകരിക്കണ ഇതുണ്ട്, പാടങ്ങളുണ്ട്. അടുത്ത് ലക്ഷ്മണസ്വാമി മുളകുളത്തുണ്ട്. പിന്നെ ഈ മാമലശ്ശേരി എന്നുള്ള പേരിന്റെ ഐതിഹ്യം ഒന്ന് പറയാമോ? പേര് മാമലശ്ശേരി എന്നുള്ള മാൻ മലച്ച് ശരി, അതിന്നാണ് ഇവിടെയാണ് മരിച്ചു വീണതെന്നാണ് പറയണത്. മാരീചൻ. മാരീചനെ ഭഗവാൻ എഴുത്ത് ഇപ്പൊ ഇവിടെയാണ് മരിച്ചതെന്നാണ് പറയണത്. പിന്നെ വളരെയേറെ പഴക്കമുള്ള അമ്പലമാണിത്. പട്ടശ്രീകോവില് എല്ലാം ആയിട്ട് വളരെയേറെ പഴക്കമുള്ള അമ്പലമാണ്. ഇവിടെ എന്ത് കാര്യം നമ്മൾ വിചാരിച്ചാലും ഹനുമാനാണ് ഇവിടെ. ഹനുമാൻ ആദ്യം ഭൂതാംഗിയായിട്ടാണ്, അത് ഇപ്പൊ ഹനുമാനാണ് പ്രാധാന്യം. നാലമ്പല സമിതിയുടെ സെക്രട്ടറി സുരേഷ് സാർ നമ്മളോടൊപ്പമുണ്ട്. എന്തൊക്കെ ഒരുക്കങ്ങളാണ് സാർ ഈ വർഷത്തെ നാലമ്പല ദർശനത്തെ അനുബന്ധിച്ച് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്? ഈ വർഷം നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ട് വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് ഈ 4 ക്ഷേത്രങ്ങളിലും ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് 1 ലക്ഷത്തിൽ പരം ഭക്തർ ദർശനത്തിനായി എത്തുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അവർക്ക് അത്യാവശ്യം പാർക്കിങ്ങിനുള്ള സൗകര്യം, അതുപോലെ തന്നെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള സൗകര്യം, വളരെ അകലങ്ങളിൽ നിന്നാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഏകദേശം ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ഭക്ഷണ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അന്നദാനത്തിന്റെ വിശദമായി ഒന്ന് പറയാമോ എങ്ങനെയാണെന്ന്? നമ്മള് സമയം അത് രാവിലെ ഒരു 7 മണി തൊട്ട് ഇവിടെ വന്നിട്ട് ദർശനം നടത്തി എത്ര മണിയായാലും അവർ നാലമ്പല ദർശനം കഴിഞ്ഞ് മടങ്ങി ഇവിടെ എത്തിച്ചേരുന്നത് വരെ മുഴുവൻ ഭക്തജനങ്ങൾക്കും സൗജന്യമായി പ്രസാദകൂട്ടായിട്ട് നമ്മൾ കഞ്ഞി വഴിപാട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും അതുപോലെ തന്നെ മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തില് പായസ വിതരണമുണ്ട്. അങ്ങനെയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. വഴിപാടുകളെ പറ്റി ഒന്ന് പറയാമോ? ഈ ഗത സമർപ്പണവും അമ്പും വില്ലും സമർപ്പണവും അതിന് നമ്മൾ ഇവിടെ എത്തിയിട്ട് ചെയ്യാൻ പറ്റുമോ? അതിന് ദൂരെ നിന്ന് വരുന്നവർക്ക് അതെങ്ങനെ സഹായമാകും? നമ്മൾ കൊണ്ടുവരണോ? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ശ്രീരാമസ്വാമിക്ക് പാൽപ്പായസം ഏറ്റവും വിശേഷമായ വഴിപാടാണ്. പാൽപ്പായസം രാവിലെ വരുന്ന കുറെ ചീട്ടുകൾക്ക് നമ്മൾ അത് വഴിപാടായി ഒന്ന് നടത്താൻ പറ്റും. അതല്ലെങ്കിൽ അത് മുൻകൂട്ടി നമ്മളെ അറിയിക്കേണ്ടി വരും. നേരെ മറിച്ച് അമ്പും വില്ലും സമർപ്പണം, അതുപോലെ ഹനുമാൻ സ്വാമിക്ക് ഗതസമർപ്പണം വളരെ വിശേഷമാണ്. വിദേശയാത്രാ തടസ്സത്തിനായി ഹനുമാൻ സ്വാമിക്ക് കുന്നിക്കുരു പറ, ഇതെല്ലാം നമുക്ക് ഭക്തർ വന്നതിന് ശേഷം ചീട്ടാക്കിയിട്ട് നടത്താവുന്നതേ ഉള്ളൂ. ഇതിൽ ആരും ഒന്നും കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമില്ല. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, വെറ്റില സമർപ്പണം എന്നിവയെല്ലാം വിശേഷമായ വഴിപാടുകളാണ്. ശ്രീരാമസ്വാമിക്ക് 1 കുടം പാൽ, സർവൈശ്വര്യത്തിനുമായിട്ട് 1 കുടം പാല്, സ്വർണ്ണ ഗോപി ചാർത്തൽ, ഇതെല്ലാം പ്രധാനപ്പെട്ട വഴിപാടുകളാണ്. പിന്നെ മറ്റ് ക്ഷേത്രങ്ങളിൽ ഇല്ലാത്തതുപോലെ നമുക്ക് പൂർവികമായിട്ട് എന്തെങ്കിലും ദോഷങ്ങൾ, സന്തതി പരമ്പരകളായിട്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറുന്നതിനായിട്ട് 12 നമസ്കാരം ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ്. അതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ട് 12 ബ്രാഹ്മണരെ വിളിച്ച് കാൽകഴുകിച്ചൂട്ട് നടത്തി അവർക്ക് 4 കറി കൂട്ടി സദ്യ വിളമ്പുകയും ആ സദ്യയുടെ ഭാഗം ആ വഴിപാടുകാരനും മറ്റ് ഭക്തജനങ്ങൾക്കും ഇവിടെ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് 12 നമസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും മിനിമം 12 ബ്രാഹ്മണരെ എങ്കിലും വിളിച്ച് പങ്കെടുപ്പിക്കണം എന്നുള്ളതാണ്. അത് വഴിപാടുകാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശ്രീരാമനവമിക്ക് ദേവസ്വത്തിന്റെ വകയായിട്ട് നമ്മളത് ഇവിടെ നടത്തി വരുന്നുണ്ട് എല്ലാ വർഷവും. ഭക്തരുണ്ടെങ്കിൽ ഭക്തരായിട്ട്. അതുപോലെ ഈ ഉദരരോഗ ശമനത്തിനായിട്ടുള്ള ഒരു വഴിപാടുണ്ടല്ലോ, അതിനെ പറ്റി? ഉദരരോഗ നിവർത്തിയാർത്ഥം ഉഷപ്പായസം എന്നുള്ളതാണ്. മധുരം കുറച്ചിട്ട് ചെറിയ മധുരത്തിലുള്ള കൂട്ടുപായസത്തിന്റെ അതേ രീതിയിലുള്ള ഒരു വഴിപാടാണ് ഉഷപായസം. അത് ഉദരരോഗ നിവർത്തിയാർത്ഥം ശ്രീരാമസ്വാമിക്ക് വളരെ വിശേഷമാണ്. അത് രാവിലെ തന്നെ ഉച്ചപൂജയ്ക്ക് മുന്നായിട്ടാണ് ഉഷപായസം നേദിക്കുന്നത്. ഇപ്പൊ നമ്മള് ദർശനം നടത്തി ഉച്ചപൂജയ്ക്ക് മുന്നേ ഇവിടെ തിരിച്ചെത്തണം എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ സമയം എന്ന് പറയാം. ഉച്ചപൂജയ്ക്ക് മുന്നേ വന്നാൽ വിശേഷം എന്നേ ഉള്ളൂ. അത് പ്രായോഗികമല്ല എല്ലാവർക്കും. നമുക്ക് സാധാരണഗതിയിൽ ഒരു 9:30 കൂടിയാണ് ഇവിടെ നട അടയ്ക്കാറ് എങ്കിലും കർക്കിടക മാസത്തിൽ രാവിലെ 4:30 നട തുറന്നാൽ അവധി ദിവസങ്ങളിൽ ഒഴികെ 1 മണി വരെ ഉണ്ടാവും. അവധി ദിവസങ്ങളിൽ 2 മണിയോടുകൂടിയാണ് ക്ഷേത്രത്തിലെ നട അടയ്ക്കുന്നത്. ഉച്ചപൂജ ഏതാണ്ട് ഒരു 12 മണിക്ക് ശേഷമാവും. ഉച്ചപൂജയ്ക്ക് മുമ്പ് ദശരഥപുത്രന്മാരായ ഭരതനെയും ലക്ഷ്മണസ്വാമിയെയും ശത്രുഘ്നസ്വാമിയെയും തൊഴുത് തിരിച്ചെത്തുക എന്നുള്ളത് പ്രധാനമാണ്. പക്ഷെ എങ്കിൽ കൂടി
നാലമ്പല ദർശനം പൂർത്തിയാക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയൊരു കാര്യം. ഇവിടെ കേവലം 27 കിലോമീറ്റർ ചുറ്റിയിട്ടുണ്ടെങ്കിൽ ഈ 4 ക്ഷേത്രങ്ങളിലും തൊഴുത് മാമലശ്ശേരി ശ്രീരാമ സന്നിധിയിൽ തിരിച്ചെത്താം. എന്ന് മാത്രമല്ല, ദശരഥപുത്രന്മാരെ അവരുടെ മൂപ്പുമുറക്രമം അനുസരിച്ചുകൊണ്ട് ആദ്യം ശ്രീരാമസ്വാമിയെ, പിന്നീട് ഭരതസ്വാമിയെ, അത് കഴിഞ്ഞ് ലക്ഷ്മണസ്വാമിയെ, ഏറ്റവും ഇളയ ശത്രുഘ്നസ്വാമിയെ 4ാമത് തൊഴുത് തിരിച്ച് ചേട്ടനെ ശ്രീരാമസന്നിധിയിലെത്തി തൊഴുതു പോകാം എന്നുള്ളത് ഏറ്റവും വിശേഷപ്പെട്ടൊരു കാര്യമാണ് എറണാകുളം ജില്ലയിൽ. ദൂരവും കുറവാണ്. ദൂരവും വെച്ചിട്ടുണ്ടെങ്കിൽ 27 കിലോമീറ്റർ കൊണ്ട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തൊഴുത് മറ്റ് ക്ഷേത്രങ്ങൾ തൊഴുത് തിരിച്ച് ശ്രീരാമസന്നിധിയിൽ എത്തിച്ചേരും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ശ്രീരാമ ദർശനത്തിന് ശേഷം പാമ്പാക്കുട ഭരതസ്വാമി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത്. എറണാകുളം ജില്ലയിലെ നാലമ്പല ക്ഷേത്ര വഴിയിലെ 2ാമത്തെ ക്ഷേത്രമായ മേന്മുറി ഭരതപ്പള്ളി ഭരതസ്വാമി ക്ഷേത്രത്തിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ജ്യേഷ്ഠനായ ശ്രീരാമസ്വാമിയുടെ വനവാസ യാത്രയറിഞ്ഞ് ദുഃഖിതരായ ഭരതശത്രുഘ്നന്മാർ അദ്ദേഹത്തെ തിരിച്ച് അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായി കാനനത്തിലേക്ക് ഇറങ്ങുകയും അവിടെ വെച്ച് സൈന്യവും ഭരതശത്രുഘ്നന്മാരും കൂട്ടം തെറ്റുകയും ചെയ്തു. ഇതിൽ ഭരതസ്വാമി കൂട്ടം തെറ്റിയ സ്ഥലമാണ് മേന്മുറി ഭരതപ്പള്ളി ഭരതസ്വാമി ക്ഷേത്രമായി ആരാധിക്കുന്നത്. സർവൈശ്വര്യത്തിനായി ഭരതസ്വാമിക്ക് മെതിയടി സമർപ്പിച്ച് വണങ്ങാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും നിരവധി ഭക്തരാണ് ഇവിടെ എത്തുന്നത്. മേന്മുറി ഭരതസ്വാമി ക്ഷേത്ര ഉടമസ്ഥ മായ നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്? പാൽപ്പായസം, പിന്നെ താമരമാല, പിന്നെ മെതിയടി ഉണ്ട്, കാര്യസിദ്ധിക്ക്. മെതിയടി സമർപ്പണം അതെന്തിനു വേണ്ടിയാണ്? അത് കാര്യസിദ്ധി നല്ലതാണ്. കാര്യസിദ്ധി. പിന്നെ ഔഷധമുണ്ട് അസുഖത്തിനൊക്കെ. അതാണ് സ്വർണ്ണൌഷധ സേവ. അതിന്റെ വിശേഷം എന്ന് പറയാം. അതിന് ഇങ്ങനെ ജ്യോത്സ്യം വെച്ചപ്പോ ഇത് കൊടുക്കുന്നത് നല്ലതാണ്. കർക്കിടക മാസമാണല്ലോ, അപ്പൊ വയ്യായി വന്നവർക്കൊക്കെ കഴിച്ച് പോണത് നല്ലതാണ്. നമ്മൾ ഈ രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയാണ് ഇത്. അത് എങ്ങനെ? അത് നമ്മൾ ഇവിടെ വെച്ച് തന്നെ സേവിക്കണം? ഇവിടത്തെ എല്ലാ വീട്ടിലും കൊണ്ടുപോകാം. ഇവിടെ വരുന്നവർക്ക് ഇവിടെ വെച്ച് അമ്പലത്തിനുള്ളിൽ വെച്ച് തന്നെ സേവിക്കാം. പക്ഷെ കൊണ്ടുപോയാലും വീട്ടിൽ ചെന്ന് വിളക്ക് കൊളുത്തി കൊടുക്കണം ആർക്കാണെന്ന് വെച്ച്. അങ്ങനെ വേണം. ഈ മെതിയടി സമർപ്പണത്തിന്റെ ഐതിഹ്യം? അത് കാര്യസിദ്ധി നല്ലതാണ് കല്യാണത്തിന്, പിന്നെ താമരമാല കല്യാണത്തിന്, കല്യാണം നടക്കാനും താമരമാല എല്ലാ കാര്യത്തിനും നല്ലതാണ് താമരമാല. ഈ മെതിയടി സമർപ്പണം. മെതിയടി സമർപ്പണത്തിന്റെ ഐതിഹ്യം എന്താണ്? മെതിയടി നമ്മുടെ ശ്രീ ഭരതസ്വാമി ഇവിടെ രാജഭരണം മറ്റേ ശ്രീരാമന്റെ ഏട്ടന്റെ പാതുകം വെച്ചിട്ടുള്ള പൂജ. അതാണ് ഇവിടുത്തെ പൂജ. അതാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ മെതിയടി സമർപ്പണം നടത്തുന്നത്. അതെ. എറണാകുളം ജില്ലയിലെ നാലമ്പല ക്ഷേത്ര വഴിയിലെ 2ാമത്തെ ക്ഷേത്രമായ ഭരതസ്വാമി ക്ഷേത്രത്തിലെ ദർശനം പൂർത്തിയായ ശേഷം ഇനി നമ്മൾ മുളക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. നമുക്കിനി ആ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ കാണാം. നാലമ്പല ക്ഷേത്ര വഴിയിലെ 3ാമത്തെ ക്ഷേത്രമായ മുളക്കുളം ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ശ്രീരാമദേവന്റെ സന്തത സഹചാരിയായ ലക്ഷ്മണസ്വാമിയുടെ ക്ഷേത്രമാണിത്. നമുക്ക് ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ അറിയാം. ഇവിടെ പടിഞ്ഞാറ് ദർശനമായി ചതുര ശ്രീകോവിലിലാണ് ലക്ഷ്മണസ്വാമി കുടികൊള്ളുന്നത്. പാൽപ്പായസവും ചതുശതവുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായിട്ടാണ് ഭഗവാന് ഇവിടെ ചതുശതം വഴിപാട് നടത്തുന്നത്. മുളക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്ര തന്ത്രി നമ്മളോടൊപ്പമുണ്ട്. നമസ്കാരം സാർ. ഈ നാലമ്പല ക്ഷേത്ര ദർശനത്തിൽ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത, ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയാമോ? ശ്രീരാമന്റെ 2ാമത്തെ സഹോദരനായ ലക്ഷ്മണസ്വാമിയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. അതുപോലെ തന്നെ ശ്രീരാമസ്വാമിയായിട്ട് ഏറ്റവും അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന ഒരു അനുജൻ എന്നുള്ള സ്ഥാനവും ലക്ഷ്മണസ്വാമിക്കുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മഹാവിഷ്ണു ശ്രീരാമസ്വാമിയായിട്ട് അവതരിച്ചപ്പോൾ
ഇത് അനന്തനാണ് ലക്ഷ്മണനായിട്ട് വന്നത്. എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്വാമിയുടെ സാന്നിധ്യം തനിക്ക് വേണം എന്ന് ആഗ്രഹിച്ച, സ്വാമിയുടെ സാമീപ്യത്തിൽ മാത്രം ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു ദേവൻ കൂടിയാണ് അനന്തസ്വാമി. ആ അനന്തസ്വാമിയുടെ പ്രതിപുരുഷനായിട്ടാണ് ലക്ഷ്മണസ്വാമി നമുക്കിവിടെ ലക്ഷ്മണസ്വാമി അവതരിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ ശ്രീരാമസ്വാമിയെ തൊഴുതാൽ പോലും ലക്ഷ്മണസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവും എന്ന് പറഞ്ഞു. അത്രയേറെ ഹനുമാൻ സ്വാമിയെ പോലെ തന്നെ ശ്രീരാമസ്വാമി പ്രീതിക്ക് വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ച ആളാണ് ലക്ഷ്മണസ്വാമി. അത്ര പ്രാധാന്യമുണ്ട് ലക്ഷ്മണസ്വാമി. അതുകൊണ്ടാണ് ഈ നാലമ്പല ദർശനത്തിൽ ഈ 4 പേരെയും ദർശിച്ചു കഴിഞ്ഞാലുള്ള ഫലം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും അനുഗ്രഹം, പ്രത്യേകിച്ച് ശ്രീരാമസ്വാമിയുടെയും ലക്ഷ്മണസ്വാമിയുടെയും എല്ലാവരുടെയും അനുഗ്രഹം പൂർണ്ണമായിട്ട് ലഭിക്കാൻ അത് സഹായകരമാവും. ഇവിടെ പ്രധാനമായിട്ടുള്ള പാൽപ്പായസമാണ്. പിന്നെ വിഷ്ണുവിന് ഉള്ള എല്ലാ നിവേദ്യങ്ങളും ഇവിടെ നടത്തുന്നുണ്ട്. പൂജകളുടെ സമയം, പൂജ പൂജയുടെ 5 പൂജയാണുള്ളത്. രാവിലെ 4 പൂജ, ഉഷപൂജ, ചതുർത്ഥപൂജ, പന്തീരുടെ പൂജ, ഉച്ചപൂജ, വൈകുന്നേരം അത്താഴപൂജ. അതുപോലെ 3 ശ്രീബലികളുണ്ട്. രാവിലെ ശ്രീബലിയുണ്ട്, ഉച്ച ശ്രീബലിയുണ്ട്, വൈകുന്നേരം ശ്രീബലിയുണ്ട്. അങ്ങനെ 3 ഇതും കൂടിയാണ്. അങ്ങനെയാണ് അങ്ങനെ മഹാക്ഷേത്രത്തിലുള്ള എല്ലാ പ്രക്രിയകളും ഇവിടെ നിത്യപൂജയ്ക്ക് നടക്കുന്നുണ്ട്. ഈ നാലമ്പല ദർശനം സംബന്ധിച്ച് ഈ കർക്കിടക മാസത്തില് നട അടയ്ക്കുന്നതിന് എന്തെങ്കിലും സമയക്രമത്തില് വ്യത്യാസം? ഇല്ല, അതില്ല. കർക്കിടമാസം രാമായണത്തിന് പ്രാധാന്യം വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പുരാണങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് ധർമ്മമാണ്. ഈ ധർമ്മത്തിന്റെ പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുകയാണ് പുരാണങ്ങൾ ചെയ്യുന്നത്. കാരണം വിചാരങ്ങളുടെ ഒരു സംഗ്രഹമാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. അവിടെ വികാരത്തെക്കാൾ കൂടുതൽ വിചാരത്തിന് പ്രാധാന്യം വരുമ്പോഴാണ് അത് ധർമ്മമായിട്ട് തീരുന്നത്. അതിന് തന്നെ പ്രാധാന്യമുണ്ട് രാമായണത്തിന്. കാരണം ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാൽ പല പല തലങ്ങളിൽ കൂടി ജീവിച്ചാണ് അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിക്കുന്നത്. അങ്ങനെ മകനായും ഭർത്താവായും അച്ഛനായും മുത്തച്ഛനായും ഒക്കെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഓരോ തലത്തിലും എങ്ങനെ ജീവിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് രാമായണം ചെയ്യുന്നത്. ശ്രീരാമസ്വാമിയല്ല, ജ്യേഷ്ഠാനിയന്മാർ 4 പേര് അവരുടെ ജീവിതം കൊണ്ട് എങ്ങനെ ഒരു മനുഷ്യനായിട്ട് ജീവിച്ചാൽ ഏതൊക്കെ ധർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് രാമായണം ചെയ്യുന്നത്. അതാണ് രാമായണത്തിന് പ്രാധാന്യം വരാനുള്ള കാരണം. ഇവിടുത്തെ ദർശനം പൂർത്തിയായി കഴിഞ്ഞു. ഇനി നമുക്ക് പോകേണ്ടത് 4ാമത്തെ ക്ഷേത്രമായ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലാണ്. ഇത് നെടുങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നെടുങ്ങാട് ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലാണ് ഇനി നമുക്ക് ദർശനത്തിനായിട്ട് പോകേണ്ടത്. നാലമ്പല ക്ഷേത്ര വഴിയിലെ 4ാമത്തെ ക്ഷേത്രമായ നെടുങ്ങാട്ട് ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. മനം നൊന്ത് പ്രാർത്ഥിച്ചാൽ ശത്രുദോഷങ്ങളും ജീവിതത്തിലെ ദുരിതങ്ങളും മാറ്റിത്തരുന്ന ഭക്തവത്സലനാണ് ഭഗവാൻ. ഇവിടെ ശിവഭഗവാനും വെണ്ണക്കണ്ണനും ഉപദേവന്മാരായിട്ടുണ്ട്. നമസ്കാരം സാർ, എന്താണ് സാറിന്റെ പേര്? എൻ്റെ പേര് രാജീവ്. ഈ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളെ പറ്റി ഒന്ന് പറയാം. ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറഞ്ഞാൽ ചക്രമാണ്. ഈ കുരുത്തോലയിൽ തീർത്ത ചക്രം നടക്കിൽ സമർപ്പിച്ച് കഴിയുമ്പോൾ നമ്മളിപ്പോൾ എന്താ ആഗ്രഹമാണ്, വിദേശയാത്ര, ജോലി തടസ്സം, അങ്ങനെ എല്ലാത്തിനും നല്ല ഒരു ഇതാണ് ഇവിടുത്തെ ചക്രസമർപ്പണം. അത് ഏറ്റവും വലിയ പ്രത്യേകത ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ക്ഷേത്രങ്ങളിൽ നമ്മൾ ഈ തകിടിലോ അങ്ങനെയാണ് സുദർശനചക്രം പോലെ വയ്ക്കുന്നത്. ഇവിടെ ഇത് കുരുത്തോലയിൽ തീർത്ത ചക്രമാണ്. അത് നമുക്ക് തിരിച്ചു കൊണ്ടുപോകാം. തിരിച്ച് നമ്മളിപ്പോൾ നമ്മുടെ ആഗ്രഹം എന്താണോ അത് പ്രാർത്ഥിച്ചപ്പോൾ ചിലർ വിദേശയാത്രയ്ക്ക് വേണ്ടി തടസ്സത്തിനുള്ളവർ ചെയ്യുന്നുണ്ട്. പിന്നെ വീടില്ലാത്തവർക്ക്, കുട്ടികളില്ലാത്തവർക്ക്, സന്താന ലബ്ധിക്ക് ഇതിനെല്ലാം നല്ലതാണ്. അപ്പം നമ്മളിത് ഇവിടുന്ന് വഴിപാട് ചീട്ടെഴുതി നടക്കെ വച്ച് കഴിയുമ്പോൾ തിരുമേനി അതകത്ത് കയറ്റി നമ്മുടെ ആ പേരും നാളും വെച്ച് പൂജിച്ച് നമുക്ക് തിരിച്ചു തരുവാണ്. ഈ സാധനം നമ്മൾ വീട്ടിൽ പൂജാമുറിയിലോ അല്ലെങ്കിൽ ശുദ്ധമായിട്ട് വയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വെച്ച് കഴിഞ്ഞാൽ 1 വർഷത്തേക്കാണ് ഇതിൻ്റെ ഫലം. അപ്പോൾ പലരും അനുഭവം പറഞ്ഞിട്ട് ഇപ്പോൾ വീടില്ലാത്തവർക്ക്
ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് അവർ പോയി നടക്കി വെച്ചിട്ട് രണ്ടാമത്തെ വർഷം വന്നു കഴിഞ്ഞപ്പോൾ പുതിയ ചക്രം ഇവിടെ പൂജിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവര് പുതിയ വീട്ടിലാണ് വെക്കാൻ അവർക്ക് സാധിച്ചത്. അങ്ങനെ പല ആഗ്രഹങ്ങളും ഇപ്പൊ സന്താനം ലഭിക്കുമല്ലോ. സമർപ്പണത്തിന്റെ ഐതിഹ്യം ഭഗവാൻ ചക്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചക്രത്തിൽ നിന്നാണല്ലോ ചക്രമാണല്ലോ ഭഗവാൻ ശത്രുഘ്നായിട്ട് അവതരിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു അതിന്റെ ഐതിഹ്യം വെച്ചാണ് ലോകത്തില് ഏകക്ഷേത്രം ഇതാണ് കുരുത്തോലയിൽ തീർത്ത ചക്രം ഉള്ളത്. അത് നമ്മള് വൃതമൊക്കെ നോക്കിയാണ് ആളുകൾ ചക്രം നിർമ്മിക്കുന്നതൊക്കെ. ഇത് ഇവിടെ തന്നെ നമുക്ക് കിട്ടും. ഇവിടെ കിട്ടും. കുരുത്തോല വാങ്ങിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ചക്രസമർപ്പണം കൂടാതെ തുളസിമാല, നെയ്വിളക്ക്, പാൽപ്പായസം എന്നിവയാണ് ഭഗവാന്റെ ഇഷ്ടവഴിപാടുകൾ. എന്താ ചേച്ചിയുടെ പേര്? ശ്യാമ. ചേച്ചി എല്ലാ വർഷവും നാലമ്പല ദർശനം നടത്താറുണ്ട്. ചേച്ചിക്ക് എന്തൊക്കെ അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് എൻ്റെ അനുജത്തിയുടെ വീടിന്റെ പണിയാണ്. അപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ടല്ല, അല്ലാതെ തന്നെ പല മുടക്കങ്ങളും ഉണ്ടായി വരികയായിരുന്നു. അങ്ങനെ ആ സമയത്താണ് ഇവിടെ നാലമ്പല ദർശനത്തിന് വരികയും ചക്രം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തത്. അതിനുശേഷം ഉടൻ തന്നെ വീട് പണി ആരംഭിക്കാനായിട്ട് സാധിച്ചു. അതിൽ നമുക്ക് വളരെയേറെ വിശ്വാസം ആയി ഭഗവാൻ. നമ്മുടെ തടസ്സങ്ങൾ മാറുന്നതിന് നമ്മൾ ഉദ്ദിഷ്ട കാര്യം സാധിക്കുന്നത്, അതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം അല്ലേ? ഭഗവാന്റെ ഒരു സംരക്ഷണം ഉണ്ടാവും നമ്മളോടൊപ്പം എന്നുള്ളതാണ്. ചക്രം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചക്രം നമുക്ക് പൂജിച്ച് തരികയും ചെയ്യുമ്പോൾ നമ്മളോടൊപ്പം ഭഗവാൻ തന്നെ നമ്മളെ കുടുംബത്തിൽ വന്ന് അനുഗ്രഹിക്കുന്നു എന്നുള്ള വിശ്വാസമാണ് ഉള്ളത്. മാമലശ്ശേരി നെടുങ്ങാട് ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലെ ദർശനം പൂർത്തിയായതോടെ നാലമ്പല ക്ഷേത്ര വഴിയിലെ 4 ക്ഷേത്രങ്ങളിലും നമ്മൾ ദർശനം നടത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ തിരിച്ച് ആദ്യം ദർശനം നടത്തിയ മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോഴാണ് നാലമ്പല ക്ഷേത്ര ദർശനം പൂർണ്ണമാകുന്നത്. ദശരഥപുത്രന്മാരായ 4 പേരുടെയും ക്ഷേത്രങ്ങൾ ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നീ ക്രമത്തിൽ ദർശനം പൂർത്തിയാക്കി നമ്മൾ തിരിച്ച് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഇങ്ങനെ 4 ക്ഷേത്രങ്ങളും ഇതേ ക്രമത്തിൽ പ്രാർത്ഥിച്ച് ഉച്ചപൂജയ്ക്ക് മുന്നേ നമ്മൾ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോഴാണ് നാലമ്പല ക്ഷേത്ര ദർശനം പൂർത്തിയാകുന്നത്.